എവറിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ലാസ്റ്റ് വീക്ക് ഇറങ്ങിയ ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവിനെ പറ്റിയിട്ടാണെങ്കിലും ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ ആണെങ്കിലും കുറേ പേർക്ക് അറിയുന്നത് തന്നെയായിരിക്കും. Transform and roll out! സോ ദ മൂവി ഇസ് ട്രാൻസ്ഫോമേഴ്സ് 1. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് വീണ്ടും ആ ഒരു ആനിമേറ്റഡ് വേൾഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന മൂവിയോട് കൂടിയിട്ട്. ഇതിൽ സ്റ്റാർ ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയണമെങ്കിൽ ഒന്ന് ക്രിസ് ഹെംസ്വർത്ത് ആണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടറായ ഒറയൻ പാക്സ് അല്ലെങ്കിൽ ഒപ്റ്റിമസ് പ്രൈമിനാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രയാൻ ടൈറി D16 അല്ലെങ്കിൽ മെഗട്രോൺ എന്ന ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കാർലറ്റ് ജൊഹാൻസൺ എലീറ്റ 1 എന്ന ക്യാരക്ടറിനും പിന്നെ കീഗൻ മൈക്കിൾ കീ ബീറ്റ് 127 അല്ലെങ്കിൽ ബംബിൾ ബി എന്ന കഥാപാത്രത്തിനും വോയിസ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ 2 മൈനിങ് ചെയ്യുന്ന ഓട്ടോബോട്ട്സിനെ പറ്റിയിട്ടാണ്. ഒന്ന് ഒറയൻ പാക്സ്, അതായത് നമുക്ക് എല്ലാവർക്കും ഒപ്റ്റിമസ് പ്രൈം എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ D16 ആണ്. അത് നമുക്കും അറിയുന്ന ഒരാളെന്ന് വെച്ചാൽ മെഗട്രോൺ എന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഓരോ സിറ്റുവേഷൻസിൽ ചെന്ന് പെടുന്നതാണ്. അതിൻ്റെ മെയിൻ കാരണക്കാരൻ ഓഫ്കോഴ്സ് ഒറിയൻ പാക്സ് ആണ്. പുള്ളിക്കാരൻ്റെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള നേച്ചറാണ്, കുറേ കാര്യങ്ങൾ അറിയാനും പിടിക്കാനും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്, ഈ സൈബർട്രോൺ എന്ന് പറഞ്ഞ പ്ലാനറ്റിലെ കാര്യങ്ങൾ ഒട്ടും ശരിയല്ല എന്നുള്ളത്. ഈ ഒരു മൂവിയുടെ മെയിൻ ഒരു പ്ലോട്ട് പറയുമ്പോൾ തന്നെ ഇതിലത്തെ ഈ 2 ക്യാരക്ടേഴ്സ് ഫ്രണ്ട്സായിട്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു പോയിട്ട് മൂവിയുടെ അവസാനമാകുമ്പോൾ രണ്ടുപേരും തമ്മിൽ പിരിയുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും ശത്രുക്കളായി മാറുന്നതാണ് രണ്ടുപേരും. ഈ ഒരു കഥയിൽ ഈ ഒരു സൈബർട്രോൺ പ്ലാനറ്റ് ഡിസ്ട്രക്ഷന് മുമ്പുള്ളൊരു വേർഷനാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു വേൾഡ് തന്നെയാണ് അവരെ കാണുമ്പോൾ. അതായത് ഈ ഒരു വേൾഡാണ് പിന്നീട് ഓട്ടോബോട്ട്സും ഡിസെപ്റ്റിക്കോൺസും തമ്മിലുള്ള വാർ വന്നിട്ട് നശിച്ച് പോകുന്നത്. ആനിമേഷൻ നല്ല കളർഫുള്ളാണ്. ക്യാരക്ടേഴ്സ് ആണെങ്കിലും വേൾഡ് ആണെങ്കിലും എല്ലാം നല്ല എടുത്ത് കാണിക്കുന്ന ടൈപ്പിലുള്ളൊരു കളർ ടോണും പിന്നെ 3D അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് ഒരു ബ്യൂട്ടി നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് 3D വേർഷനിൽ. പിന്നെ പറയാനുള്ളത് ഈ ഒരു മൂവി ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു കോമഡി മൂവി ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എൻഗേജിങ്ങും അതുപോലെ തന്നെ കുറേ അഡൾട്ട് തീംസും ഫൈറ്റ്സും ഒക്കെ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയുടെ സോള് കെടുക്കുന്നത്. ഈ ഒരു ഓട്ടോബോട്ട്സും ഇവരൊക്കെ എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇവരുടെ ട്രാൻസ്ഫോമിങ് കാര്യങ്ങളും ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള യുണീക്കായിട്ടുള്ള ട്രാൻസ്ഫോമിങ് മെത്തേഡ്സ് ആണ്. അതായത് പകുതി ബോഡി ട്രാൻസ്ഫോം ആവുന്നതും ബാക്കി ബോഡി ഒറിജിനലായിട്ട് നിൽക്കുന്നതും, അതായത് പെട്ടെന്ന് മൂവ്മെൻറ്റിനും ഇതിനൊക്കെ ആയിട്ട് ചെയ്യുന്ന കുറേ സീക്വൻസസ് ഉണ്ട് ഇതിൽ. ഇത് കൂടുതൽ നമ്മൾ ലൈവ് ആക്ഷൻ മൂവീസ് നമ്മൾ അധികം കാണാത്ത സംഭവമാണ് ഇതിൽ കുറേയൊക്കെ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലത്തെ വോയിസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ഓഫ്കോഴ്സ് ക്രിസ് ഹെംസ്വർത്ത് ആണ് ഇതിലത്തെ ആ ഒരു മെയിൻ ക്യാരക്ടറിന്. നമുക്ക് എല്ലാവർക്കും അറിയാം MCUവിലത്തെ തോറായിട്ട് അഭിനയിക്കുന്ന ആളാണിത്. പിന്നെ ഉള്ളത് ബ്രയാൻ ടൈറിയിലാണ്, നമ്മുടെ D16 സൗണ്ട് കൊടുത്ത ഈ ഒരു ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ MCUവിലത്തെ എറ്റേണലിൽ ഫാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് സ്കാർലറ്റ് ജൊഹാൻസൺ ആണ്. പുള്ളിക്കാരി ഇതിൽ എലീറ്റ 1 എന്ന് പറയുന്ന ക്യാരക്ടറാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ആക്ട്രസ് നമുക്കറിയാം MCUവിലത്തെ ബ്ലാക്ക് വിഡോ ആണ്. ഈ ആക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വോയിസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒപ്റ്റിമസ് പ്രൈമിൻ്റെയും മെഗട്രോണിൻ്റെയും ചെറുപ്പമാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും ആ ഒരു എടുത്ത് പറയേണ്ടത് ഓഫ്കോഴ്സ് നമ്മുടെ എപ്പിക്കായിട്ട് ഒപ്റ്റിമസ് പ്രൈമിന് വോയിസ് കൊടുത്ത പീറ്റർ കള്ളൻ്റെ വോയിസിൻ്റെ ഒരു മിസ്സിങ് നമുക്ക് അങ്ങനെ തോന്നുകയില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമേഴ്സ് ഫാൻ ആണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. കാരണം ഇതൊരു പ്രീക്വൽ പോലെയാണ് അവരുടെ ആ ഒരു പ്ലാനറ്റും കാര്യങ്ങളും. ഇപ്പോൾ ലൈവ് ആക്ഷൻ കണ്ടവർ മാത്രമാണെങ്കിൽ അവർക്കൊരു പ്രീക്വൽ പോലെ ആയിരിക്കും ഈ ഒരു മൂവി. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്ന ആ ഒരു കാലഘട്ടം കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട്. എന്തായാലും കൂടുതൽ ഈ ഒരു വേൾഡ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അറിഞ്ഞൂടാ ഇനി നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ഇനിയും കുറേ ബാറ്റിൽസ് ഉണ്ട് ഈ ഓട്ടോബോട്ട്സും ഡെസെപ്റ്റിക്കോൺസും തമ്മിലുള്ള. അതൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറേ കഥകളൊക്കെ ഈ ഒരു വേൾഡിൽ കൂടെ കാണിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് റേറ്റിംഗ് കൊടുക്കുന്നത് തന്നെ 7/10 ആണ്. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇഫ് യു ഗൈസ് സ്റ്റിൽ ഹാവൻറ്റ് വാച്ച് ട്രാൻസ്ഫോമേഴ്സ്, എനിക്ക് അറിഞ്ഞൂടാ കുറച്ച് തിയേറ്ററിലൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. സോ ഗോ വാച്ച് ഇറ്റ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഫോർ ദ ഹാർഡ് കോർ ട്രാൻസ്ഫോമേഴ്സ് ഗൈസ്. ആൻഡ് ഈവൻ ഇഫ് യു ആർ നോട്ട് എ ഫാൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഓൾസോ, ട്രാൻസ്ഫോമേഴ്സ് കാണാത്ത ഒരാളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ മൂവി നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയായിരിക്കും. So go ahead and watch it. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. See you guys.